എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ തൊട്ട് പണിയായതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. ഞങ്ങളെ കറുമൂസമരാണിത്, വള്ളിക്കറുവത്താണ് കേട്ടോ. ഇതൊരു പ്രത്യേക കറുവത്താണ്. അപ്പോൾ വലുതൊരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ ഇന്ന് കറി വെച്ചു. അത് ഉള്ളിൽ ചുമന്ന കളറായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ മേലേന്ന് വേറെ കിളുത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. രണ്ടാമത്തെ മരമാണിത്, ഇതുമ്മലുണ്ട്. പിന്നെ ഇനി പുറകിലൊരു വീടിൻ്റെ പുറകു വശത്തുണ്ട് ഒന്ന്. അതാ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടാകും. കാന്താരി ഞാൻ കാണിച്ചു തരട്ടെ. എന്താ നിറച്ച് കാന്താരി മുളകുണ്ട് ഇതുമ്മൽ. ഞങ്ങൾ അറക്കലൊന്നുമില്ല. ആർക്കും മുളകൊന്നും പറ്റില്ല. അത് പിന്നെ ശ്രീലക്ഷ്മീൻ്റെ ഓട്ടംതുള്ളൻ്റെ കച്ചയാണ് കേട്ടോ. സ്കൂളത്തെ പരിപാടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് അത് ശരിക്കും കഴുകിയിടാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ പട്ടുകച്ചയും വെള്ളക്കച്ചയും ചുമന്ന കരള്ള വെള്ളക്കച്ചയൊക്കെയാണ് കഴുകി വിരിച്ചേക്കാണ്. മറ്റേ നീരജ മുക്കിയിട്ടതാണ് വെള്ളക്കച്ചയിലും ചുവന്ന കരള്ളയിലും. അപ്പോൾ അതാണ് ഈ കാണുന്നത്. പിന്നെ വീടിൻ്റെ പുറകു വശത്തുള്ള ഇത് ഞാൻ കാണിച്ചു തരാം. കറുമൂസമരം കേട്ടോ, കാണിച്ചു തരാം. ഞങ്ങളെ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഞാൻ ഓമയ്ക്ക കൊടുന്നിട്ട്, അതായത് കറുമൂസ കൊടുന്നിട്ട് അതിൻ്റെ കുരു കൊണ്ടുപോയി ഇട്ടിട്ട് മഴ പെയ്തിട്ട് ഇങ്ങനെ തെങ്ങിൻ്റെ ചുവട് നല്ല ഉയരാണ്, തടം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഈ അടിച്ച് വാരിയെ കൊണ്ടുപോയിട്ട് കത്തിച്ചപ്പോൾ നിരപ്പായപ്പോൾ കുരുവൊക്കെ ഒലിച്ച് മഴയത്ത് ഒലിച്ചു പോയി. തൊട്ടടുത്ത തൊടിയിൽ ഈ ചാടിപ്പാവര തൊടിയിൽ കറുമൂസ മരം ഉണ്ടായിട്ടുണ്ട്. 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 എണ്ണത്തിൽ നിറച്ച് കായാണ്. പിന്നെ ഞങ്ങൾ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണുന്നത്. എന്താ ഞങ്ങളുടെ ഗേറ്റാണിത്. ഞാൻ കാണിക്കാം. ശ്രീലക്ഷ്മി ഇതാട്ടോ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൺ എന്നോട് ചോദിച്ചു, അത് കൊടുക്കാത്തതിൻ്റെ അരിശത്തിൽ കുറേ ഉറങ്ങി തൂങ്ങി കുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ശ്രീലക്ഷ്മി ഇതാ കുത്തിരിക്കണം കേട്ടോ. ഫോണ് കൊടുക്കാനിട്ടേന് കോപിച്ചിരിക്കുകയാണ്. രാവിലെ കുളിക്കാൻ പറഞ്ഞിട്ട് അത് കേട്ടില്ല. അപ്പോൾ അതിന് ഞാൻ സ്കൂളിൽ ടീച്ചറെ വിളിച്ചു, ഒന്നും പറഞ്ഞാൽ അനുസരിക്കണില്ല പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ പെരയിലാണെങ്കിൽ ഒരു സ്വൈരമില്ലാത്തൊരവസ്ഥയാണ്. പെരയിൽ ഒരു ദിവസം വീട്ടിലിരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. കാരണം വീട്ടിലിരുന്ന് അന്ന് ഇവിടെ തിരക്കും മക്കാണാണ്. എന്താ ഞാനിന്ന് രാവിലെ വെട്ടി തെളിയിച്ചതാണ്. വഴിയിൽ നിറച്ച് പൊന്തയും കാടിയാണ്. റബ്ബറാണ്. റബ്ബർ കഴിഞ്ഞാൽ ജംസ് കോളേജാണ് ഇതിൻ്റെ നേരെ നിറവിൽ. പൊന്തയിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. കറുമൂസ മരം ഉണ്ട്.